ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ താരയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം കാവേരി ആകെ സങ്കടത്തിലാണ്. എത്രയും വേഗം അംബികാമ്മ നൽകിയ ഔട്ട് ഹൗസിലേക്ക് മാറണം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെല്ലാവരും എത്തിയിരിക്കുക. അപ്പോഴും പെട്ടെന്ന് താരയ്ക്കുണ്ടായ ഈ ഭാവമാറ്റം അതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്ന് കാവേരിക്ക് ബോധ്യപ്പെടുകയാണ്. കാവേരി അതിനെക്കുറിച്ച് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. ഇനി ജയബാലനെങ്ങാനും താരച്ചേച്ചിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവോ എന്ന് ഗംഗയോട് ചോദിക്കുമ്പോൾ ഗംഗ പറയും, ഇനി എന്തിനാ അയാൾ നമ്മുടെ പിന്നാലെ നടക്കുന്നത്? നമ്മൾ പുഷ്പവാടി ഉപേക്ഷിച്ച് അയാളുടെ കൺവെട്ടത്തിൽ നിന്ന് തന്നെ എത്ര ദൂരത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും ചേച്ചി, അയാൾ അന്ന് നമ്മളെ കല്യാണ ദിവസം പോയി അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലേ. അയാളെ എനിക്ക് ശരിക്കും അറിയാം. ഒരിക്കലും അങ്ങനെ ക്ഷമിച്ച് തരുന്നവനൊന്നും അല്ല ജയബാലൻ. ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അയാൾ 50 ലക്ഷം രൂപ തന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അയാളെപ്പോലെ ഒരുത്തൻ അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നേ അയാൾ നമ്മുടെ പിന്നാലെ ഉണ്ടെന്ന. അത് കേൾക്കുന്ന ശാരദയും അതുപോലെ രാധമ്മയൊക്കെ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ശാരദ പറയുന്നുണ്ട്, എത്രയും വേഗം നമുക്ക് നാളെ രാവിലെ തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറാം എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം അംബികാമ്മ ആകെ ടെൻഷനിലാണ്. വേറൊന്നും കൊണ്ടല്ല, മുത്തശ്ശനും നരയനും എതിർത്തിരിക്കുക. ആ വീട് വാടകയ്ക്ക് കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ആ വീടിന് എന്തോ ദോഷമുണ്ടെന്നുള്ള അറിവും അംബികാമ്മയ്ക്ക് ആകെ സങ്കടം ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ അംബികാമ്മ. ഇതേ സമയം കാവേരി പുതിയ വീട് അന്വേഷിക്കുന്ന കാര്യവും അതുപോലെ ഏകദേശം ഒരു വീട് റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ജയബാലൻ അപ്പോൾ അറിയുന്നുണ്ട്. അപ്പം ആ വീടിന്റെ ഉടമസ്ഥൻ ഒരു നരനാണ് എന്നുള്ള വസ്തുതയും മനസ്സിലാകുന്നുണ്ട്. അപ്പം നരന്റെ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ നരനെ ജയബാലൻ ഒന്ന് വിളിക്കുന്നുണ്ട്. ജയബാലൻ എന്നിട്ട് നമ്മുടെ താരയെ ഭീഷണിപ്പെടുത്തിയ അതേ സ്വരത്തിൽ തന്നെ നരനോട് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലായിരിക്കും. എൻ്റെ പേര് ജയബാലൻ. നീ നിന്റെ ഔട്ട് ഹൗസ് ഒരു വീട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എടാ ചെറുക്ക, വാടകയ്ക്ക് കൊടുക്കുന്നതൊക്കെ കൊള്ളാം. നിനക്ക് സമാധാനത്തോടെ നിന്റെ കുടുംബത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചേക്കണം. അവർക്ക് വീട് കൊടുക്കരുത്. ആ തള്ളയും മക്കളും വീടും അഭയവുമില്ലാതെ തെണ്ടി തിരിയണം. മനസ്സിലാകുന്നുണ്ടോടാ എന്ന് പറയാം. അപ്പൊ ജയബാലന്റെ ആ ഭീഷണിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നരന് പുച്ഛമാണ് കേട്ടോ തോന്നുന്നത്. എന്നോട് ഭീഷണിപ്പെടുത്താൻ താൻ ആരാടോ എന്ന് നരൻ തിരിച്ചങ്ങ് ചോദിക്കാം. ഞാൻ ജയബാലൻ. ഈ പുഷ്പവാടിയിൽ വന്ന് ജയബാലൻ ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള പുൽനാമ്പുകൾക്ക് പോലും പറയാൻ ഒരു കഥയുണ്ടാകും. എന്നെ എതിർത്ത് മോന് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ജയബാലനെ കുറേ അധികം ഓണം നിന്നെക്കാലം ഉണ്ടിട്ടുള്ളവനാ. അതുകൊണ്ട് എന്നോട് മുട്ടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുവാണെങ്കിൽ നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. നിന്റെ വീട്ടിലെ പിള്ളേരും കുട്ടികളും ഒക്കെ ഉണ്ടാകുമല്ലോ. അവരടക്കമുള്ളവരെ ഞാൻ അങ്ങോട്ടുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത കെടുത്തിക്കളയും. നിന്റെ കുടുംബത്തിന്റെ സമാധാനം പോകും. എന്തിനാ വെറുതെ ഈ ജയബാലന്റെ ശത്രുത നേടിയെടുക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീ ആ വീട് വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാര്യം അങ്ങ് ഒഴിവാക്കിയേരെ. അവരെ അവരുടെ പാട്ടിന് വിട്ടേരെ എന്ന് പറയാം. അത് കേൾക്കുന്ന നരൻ ഒന്നുകൂടി ദേഷ്യം വരാ. ഇത്രയും നേരം ആ വീട് അവർക്ക് വാടകയ്ക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് നരനെ നീ ഭീഷണിപ്പെടുത്തിയതല്ലേ? എന്നാ നീ കേട്ടോടാ, ഇനി ആ കുടുംബം അവർ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കും. നീ നിന്റെ പരിവാരങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഈ നരന്റെ അടുത്തേക്ക് വാടാ ജയബാല. ഞാനിവിടെ നിന്നെയും കാത്തിവിടെ ഇരിക്കുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് എന്ന് നരൻ പറയണം കേട്ടോ. തന്നോട് തന്നെ വെല്ലുവിളിക്കാൻ മാത്രം ഇവൻ ഏതവനാടാ എന്നുള്ള രീതിയിൽ ജയബാലനാണ് അതിശയിച്ച് നിൽക്കുക. നിനക്ക് എന്നോട് ഒരു ഭയം തോന്നുന്നില്ലടാ പീറ ചെറുക്ക എന്നൊക്കെ നരനോട് ആളറിയാതെ ജയബാലൻ പറയുന്നുണ്ട്. ജയബാലൻ എന്നെയും മനസ്സിലായിട്ടില്ലല്ലോ. ഈ നാട്ടിൽ വന്നേ ഈ നരൻ ആരാണെന്നൊന്ന് താനും അന്വേഷിക്കുക. എന്തായാലും തൻ്റെ വരവും കാത്ത് എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഞാൻ ഉണ്ടാകും. താൻ വാടോ, നമുക്ക് നേർക്ക് നേരൊന്ന് കാണാം. ഇനി കളിയെ അങ്ങ് പുഷ്പവാടിയിൽ വേണ്ട, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പൊ ജയബാലൻ ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. താൻ ഇത്രയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും തന്നെ വകവയ്ക്കാതെ തനിക്കെതിരെ സംസാരിച്ച് ഇവൻ ഏതപ്പനാടാ എന്നൊരു ചിന്ത ജയബാലനുണ്ടാവാം. എങ്കിലും ജയബാലന് കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുന്നില്ല കേട്ടോ. ആരാണ് എന്താണ് അന്ന് ശിവരാജൻ തന്നോട് പറഞ്ഞ ആളാണ് ഈ നരൻ എന്നുള്ള ചിന്തയൊന്നും ജയബാലന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. അപ്പൊ ശിവരാജന് ഈ വീടുമായിട്ടുള്ള കണക്ഷനോ ആ വീട്ടിലേക്കാണ് ചെല്ലുന്നതെന്നൊന്നും ജയബാലന് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ജയബാലൻ നരന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നരന്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടുകയും ചെയ്യും. ഇനി നരനും ജയബാലനും തമ്മിലുള്ള കളികളാണ് കേട്ടോ കാണാനിരിക്കുന്നത്. കാവേരിക്ക് ഇനി ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ കാവേരിക്ക് ചുറ്റും നമ്മുടെ
നരന്റെ ഒരു വലയം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരിടത്തും കാവേരിയെ ഒറ്റപ്പെടുത്താതെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നരൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ നരൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം മുത്തശ്ശനും ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ആ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്നല്ലേ മുത്തശ്ശിയുടെ ആഗ്രഹം, അത് വാടകയ്ക്ക് കൊടുത്തോ, അവരോട് നാളെ തന്നെ വന്ന് അവിടെ ഗൃഹപ്രവേശം നടത്തിക്കോളാൻ പറയാ, എനിക്ക് ഒരു സമ്മതക്കുറവും ഇല്ല എന്ന് പറയാം. പെട്ടെന്ന് മുത്തശ്ശൻ ചോദിക്കും, നരി മോനെ, നീ ഇത് എന്തറിഞ്ഞിട്ടാ ആ വീട് വാടകയ്ക്ക് കൊടുക്കേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, അതുമല്ല ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറയാൻ തുടങ്ങുമ്പം, എന്ത് പ്രശ്നങ്ങൾ, ആ വീടിന് ഒരു കുഴപ്പവും ഇല്ല, നമ്മളും അവിടെയല്ലേ ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും മുത്തശ്ശൻ ചിന്തിക്കേണ്ട, ആ വീട് അവർക്കങ്ങ് കൊടുത്തേക്ക്, അതിന്റെ പിന്നിൽ വരുന്ന എന്തു പ്രശ്നം നേരിടാനും ഈ നരി ഇവിടെ ഉണ്ടാകും എന്ന് പറയണം കേട്ടോ. അപ്പം നരനെ എതിർത്ത് ഇനി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശനും വീട് വാടകയ്ക്ക് കൊടുത്തോളാൻ അംബികാമ്മയ്ക്ക് സമ്മതം അറിയിക്കുകയാണ്. നമ്മുടെ മുത്തശ്ശനും കാവേരിയും കുടുംബവും അരവിന്ദന്റെ ഫാമിലിയാണ് എന്നുള്ള അറിവൊന്നും ഇല്ല കേട്ടോ, അതറിയാതെ വരുന്നത്. അപ്പം രാവിലെ തന്നെ കാവേരിയും കുടുംബവും നമ്മുടെ നരന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം വീടും പരിസരവും അതുപോലെ അംബികാമ്മയുടെയും ഗായത്രിയുടെ ഒക്കെ പെരുമാറ്റം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. തങ്ങൾക്ക് എന്നും താമസിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് മനസ്സിലാകുക. അപ്പം ഗംഗയും വിനീതും പറയുന്നുണ്ട്, നല്ല സ്ഥലമല്ലേ, നല്ല വീട് എന്നൊക്കെ പറയുമ്പം ശാരദ പറയും, ഇത് ആ വീട്ടുകാരുടെ ആദ്യത്തെ വീടായിരുന്നു, അവർ പുതിയ വീട് വെച്ച് മാറിയപ്പം ഇത് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാ, ഒരുപാട് പേർക്കൊന്നും കൊടുത്തിട്ടില്ലത്രേ, ഒരു കുടുംബയെ നമുക്ക് മുന്നേ ഇവിടെ താമസിച്ചിട്ടുള്ളെന്നാ അംബികാമ്മ പറഞ്ഞത്. എന്തോ ഇവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പം ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ട അംബികാമ്മയ്ക്ക്, അതുകൊണ്ടൊക്കെ കൂടിയാ നമുക്ക് ഈ വീട് വാടകയ്ക്ക് തന്നത്, ഈ വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കേണ്ടതൊന്നും കാര്യമൊന്നും അവർക്കില്ല എന്ന് പറയാം. അപ്പൊ വിനീതം പറയുന്നുണ്ട്, അതമ്മായി പറഞ്ഞത് നേരാ, ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാലോ അവരൊക്കെ നല്ല ആസ്തി ഉള്ളവരാണെന്ന് എന്ന് പറയണം കേട്ടോ. എന്തായാലും എല്ലാം കൊണ്ടും അവർക്കെല്ലാവർക്കും ആ അന്തരീക്ഷം ഇഷ്ടപ്പെടുക. അപ്പൊ അംബികാമ്മ താക്കോലൊക്കെ കൊണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കാണ്, വീട്ടിലേക്ക് കയറിക്കോളാൻ പറഞ്ഞ. അങ്ങനെ വാതിൽ തുറന്ന് ശാരദയാണ് അകത്തേക്ക് വരുന്നത്. പക്ഷെ കാവേരിക്ക് അവിടെ വരുമ്പം തൊട്ട് എന്തോ ഒരു നെഗറ്റീവ് ഫീല് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് കാവേരിക്ക് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ അവരെല്ലാവരും വീടും പരിസരവും ഒക്കെ കാണുകയാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഗായത്രിയും അതുപോലെ നമ്മുടെ മുത്തശ്ശനും ഒക്കെ വാടകക്കാരെ വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അരവിന്ദന്റെ പേര് പറയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശന് ഇത് അരവിന്ദന്റെ കുടുംബമാണെന്ന് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നിളയുടെ ഓപ്പറേഷന് വേണ്ടിയാണ് തങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് താമസം മാറിയതെന്നും ഇവിടെ നല്ലൊരു ജോലി കിട്ടിയാൽ ഇവിടെ തുടർന്ന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഒക്കെ അവരറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശനും നമ്മുടെ കാവേരിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, കാവേരിയുടെ സംസാരവും രീതികളും ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ യമുന മാത്രം സങ്കടത്തിൽ തന്നെയാണ്. നിവിനില്ലാതെ ഈ നാട്ടിൽ താൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട എന്താവശ്യമുള്ളത്, നിവിൻ ചേട്ടൻ തന്നെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടാവും, ഞാനും നിവിൻ ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്നാ തനിക്ക് നിവിൻ ചേട്ടനെ കാണാനായിട്ട് സാധിക്കുക, ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ നിവിൻ്റെ മനസ്സിലും കടന്നു വരുന്നുണ്ട്. നിവിൻ്റെ അല്ല, യമുനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതേ സമയം നിവിൻ എത്രയും വേഗം കാവേരിയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ ഈ അവസ്ഥയിൽ അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് മാത്രം കുറച്ച് ദിവസം വീട്ടിൽ നിന്നതിന് ശേഷം എത്രയും വേഗം കാവേരിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും കാവേരിയോട് തൻ്റെ പ്രണയം ഒരിക്കൽ കൂടി പറയണമെന്നും എത്രയും വേഗം കാവേരിയും തിരിച്ച് തന്നെ പ്രണയിക്കുന്ന രീതിയിൽ സന്ദർഭങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കണമെന്നും ഒക്കെയുള്ള ചിന്തകളാണ് നമ്മുടെ നിവിൻ്റെ മനസ്സിൽ. ഇതേ സമയം തന്നെ വെല്ലുവിളിച്ച ആ പയ്യനെ കാണാനായിട്ട് ജയബാലനും വരുന്നുണ്ട്. ആളറിയാതെയാ ജയബാലനും വന്ന് കയറി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ കഴിയും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും